ചില യാത്രകളും ചില മനുഷ്യരും നമുക്ക് വല്ലാത്ത സന്തോഷവും സമാധാനവും തരും. അത് അപ്രതീക്ഷിതമാണെങ്കിൽ അതിൻ്റെ സന്തോഷം ഇരട്ടിയായിരിക്കും. അത്തരത്തിലൊരു യാത്രയാണ് ഇന്നത്തേത്. എടപ്പാൾ വരെ പോയ ഞാൻ പിന്നീട് തൃപ്രങ്ങോട്ടപ്പൻ്റെ സന്നിധിയിലെത്തി എന്നുള്ളതാണ് ഒരു രത്നചുരുക്കമായിട്ട് എനിക്ക് പറയാനുള്ളത്. തൃപ്രങ്ങോട് ഒരു അമ്പലം ഉണ്ടെന്നുള്ളത് മാത്രമേ എനിക്കറിയണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ ചരിത്രം എന്താണെന്നൊന്നും എനിക്കറിയണ്ടായിരുന്നില്ല. ആ കൂടെ എനിക്ക് എൻ്റെ അച്ചോളുടെ അടുത്തേക്കും പോകാൻ പറ്റി. ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു തിരൂരൊന്ന് പോകണം, അച്ചോളുടെ അടുത്ത് കുറച്ചേരം ഇരിക്കണം എന്നുള്ളതൊക്കെ. അത് സാധ്യമായി. അച്ചോളയും കൂട്ടി ഞാൻ തൃപ്രങ്ങോട്ട് അമ്പലത്തിലേക്ക് പോയി. കാലനെ വധിച്ച മഹാദേവനാണ് തൃപ്രങ്ങോട്ടപ്പൻ, തിരുപ്പിറ കൊണ്ട മഹാദേവൻ. മാർക്കണ്ഡേയനെ വധിക്കാൻ വന്ന കാലനെ പിന്നീട് മഹാദേവനായിട്ട് വധിക്കുകയും അവിടെ കുടികൊള്ളുകയും ചെയ്തു എന്നാണ് ചരിത്രം പറയുന്നത്. ശിവലിംഗത്തിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞ മാർക്കണ്ഡേയനെ രക്ഷിക്കുകയായിരുന്നു മഹാദേവൻ. അങ്ങനെ കുളത്തിൽ ശൂലം കഴുകി വൃത്തിയാക്കി തൊട്ടടുത്ത് തന്നെ കുടികൊള്ളുകയായിരുന്നു. പിന്നീട് അതിനോട് ചേർന്ന് പാർവതിയുടെ സാന്നിധ്യവും ഉണ്ടായി എന്നാണ് പറയുന്നത്. തിരുനാവായിലുള്ള ഭഗവാനാണത്ര മാർക്കണ്ഡേയനോട് നിനക്ക് ശരണം തരേണ്ടത് ഞാനല്ല, മഹാദേവനാണ് എന്ന് പറഞ്ഞത്. മഹാദേവൻ്റെ മൂലസ്ഥാനത്തിനോട് ചേർന്ന് 3 പ്രതിഷ്ഠകളുണ്ട്. അത് ഭഗവാന്റെ 3 പാദങ്ങളാണത്രേ. അങ്ങനെ തൃപ്രങ്ങോട്ടപ്പനെ തൊഴുത് ശംഖാഭിഷേകവും കഴിച്ച് ഞങ്ങൾ തിരിച്ചിറങ്ങി. അങ്ങനെ നിളയോടും യാത്ര പറഞ്ഞ് ഞാൻ എടപ്പാളിലേക്ക് യാത്ര തിരിച്ചു. സ്ത്രീകൾ 74 സ്ത്രീകൾ അണിനിരക്കുന്നൊരു പഞ്ചവാദ്യത്തിൻ്റെ സ്റ്റോറിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എടപ്പാൾ വരെ പോയത്. സോപാനം സ്കൂൾ ഓഫ് പഞ്ചവാദ്യം എന്ന് പറഞ്ഞ് എടപ്പാൾ കണ്ടനകത്തിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്നൊരു സ്കൂളാണിത്. അന്നേ ദിവസം അവിടെ അരങ്ങേറ്റത്തിൻ്റെ തലേ ദിവസത്തെ ഗുരുദക്ഷിണ ചടങ്ങ് നടക്കുകയായിരുന്നു. അരങ്ങേറ്റം നടന്നത് മാർച്ച് 8-ാം തീയതി, അതായത് വനിതാ ദിനത്തിനായിരുന്നു. 74 സ്ത്രീകൾ എന്ന് പറയുമ്പോൾ അവിടെ 8 വയസ്സ് തൊട്ട് 73-74 വയസ്സ് വരെയുള്ള സ്ത്രീകൾ അവിടെ അണിചേരുന്നുണ്ട്. ഈ മദ്ദളവും തിമ്മിലയും പോലുള്ള വലിയ വലിയ വാദ്യങ്ങൾ സ്വന്തം ശരീരത്തിൽ തൂക്കിയിട്ടിട്ട് ആണ് ഇവർ ഓരോരുത്തരും അരങ്ങേറിയിട്ടുണ്ടായിരുന്നത്. വലിയൊരു സാംസ്കാരിക മാറ്റം, സാമൂഹിക മാറ്റം കാണാനിടയായി എന്നാണ് പറയേണ്ടത്. എല്ലാ സാമൂഹിക ചട്ടക്കൂടുകളെയും ഭേദിച്ച് ഇവർ പുറത്തു വരുമ്പോൾ ഓരോ സ്ത്രീകൾക്കും അഭിമാനിക്കാവുന്നൊരു നിമിഷമാണ് ഈ ഒരു അരങ്ങേറ്റം എന്ന് പറയുന്നത്. 11 വയസ്സ് മാത്രം പ്രായമുള്ള ശ്രീലക്ഷ്മിയാണ് തിമില പ്രമാണി. മട്ടന്നൂർ ശങ്കരൻകുട്ടി ആശാൻ, കരുവന്നൂർ നാരായണ നമ്പൂതിരി ആശാൻ തുടങ്ങിയ മേളപ്രമാണികൾ വേദിയിൽ അവർക്ക് വലിയ വിശിഷ്ട സാന്നിധ്യമായിരുന്നു. മട്ടന്നൂർ ആശാനും നാരായണനാശാനും വേണ്ടിയിട്ടാണ് ഇവർ ഗുരുദക്ഷിണ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇതൊരു വലിയ സാമൂഹിക പരിഷ്കരണമാണ്. ആ പരിഷ്കരണത്തിനോട് സമൂഹം എങ്ങനെ യോജിക്കുന്നു എന്നുള്ളത് ഈ അരങ്ങേറ്റത്തിന് ശേഷം നമുക്ക് കാണാൻ സാധിക്കും. അരങ്ങേറ്റത്തിന് ശേഷം ഇവർക്ക് ഒരുപാട് പോസിറ്റീവ് റിവ്യൂകളാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇതുപോലുള്ള വലിയ വലിയ മാറ്റങ്ങൾ സമൂഹത്തിൽ ഉണ്ടാവട്ടെ.